ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എറണാകുളത്തേക്കായിരുന്നേ. ഒരു പ്ലാനും ചെയ്യാത്ത യാത്രയായിരുന്നേ. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് എപ്പോഴും താമസിച്ച് എണ്ണിക്കാറ്. അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ താമസിച്ചാണ്. പിന്നെ റെഡി ആയിട്ട് വരുമ്പോൾ ഒരു സമയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കാനും നിന്നില്ല. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് പാലാ പഴയുടെ റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ ചെന്നപ്പോൾ എന്റെ സിയാദ് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. അവിടെ 2-3 പേർക്ക് നെയ്റോസ്റ്റ് കൊടുക്കുന്നുണ്ടോണ്ട് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഇറങ്ങി വരാമെന്ന് പറഞ്ഞു കാറിൽ നിന്ന് ഞങ്ങളെ ഇറക്കിക്കൊണ്ട് വന്നേ. ഈ വഴി അകത്ത് കയറി ഇരുന്നപ്പോൾ അവർ പറയാം സ്നാക്സ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നെന്ന്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ലഞ്ചിന്റെ സമയമായെന്ന്. അങ്ങനെ ഞങ്ങൾ പഴംപൊരിയും ചായക്കും പറഞ്ഞു. അങ്ങനെ ലൈറ്റായിട്ട് പഴംപൊരിയും ചായ എല്ലാം കഴിച്ച് ഉച്ചയ്ക്ക് നല്ല ഹെവി ആക്കാമെന്ന് ഓർത്തു. അത് പൈസക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് പൈസ ഇരുന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഞങ്ങളോട്. അച്ഛന് പിന്നെ അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. അവൻ എങ്ങനെയെങ്കിലും യാത്ര പോകണം, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെയുള്ള വഴക്കൊന്നുമില്ല. പിന്നെ ചില സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവനാ ഭയങ്കര വഴക്കാളി. നല്ല ചൂട് പഴംപൊരി ആയിരുന്നു കേട്ടോ. എന്നാ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ചായ എല്ലാം കുടിച്ചിറങ്ങി ഗൈസ്. എങ്ങോട്ടാണ് പോകുന്നത് ആർക്കും ഒരു തീരുമാനം ഇല്ലായിരുന്നു. പിള്ളേർക്ക് ലുലുവിൽ പോകണമെന്നായിരുന്നു. എനിക്ക് ഒട്ടും താല്പര്യമില്ല. ബിഗ് ഡേ സെയിലും കൂടെ നടക്കുമല്ലോ, അതുകൊണ്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ എനിക്ക് ഇപ്പോഴും ഇത് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയോ കേട്ടോ ഈ വീഡിയോസ്. എവിടെയാ പോണ്ടേ? പോണോ? വേണ്ട വേണ്ടേ? പോണോ? പോണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. ലുലു മതിയോ? ലുലു പോട്ടെ. എന്നെ എടുക്കാൻ നിനക്ക് ഗെയിമിൽ കയറാനോ? ലുലു മാളിൽ പോണോ ഫോറം മാളിൽ പോണോ? ലുലു മതിയോ? അവന്മാര് രണ്ടും കൂടെ ലുലുവിൽ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്ക്. അമ്മക്കുട്ടി ഇതേണ്ട കിടന്ന് ഉറങ്ങി. അവള് ലുലുവേ എന്ന് പറഞ്ഞോണ്ടിരിക്കും. അവിടെ പോയി ഗെയിമിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കാർഡെല്ലാമായിട്ട് അവന്മാർ ഇറങ്ങിയേക്കുന്നത്. എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. ബിഗ് ഡേ സെയിലും കൂടെ നടക്കുന്നതുകൊണ്ട് അവിടെ അടുക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുപോലെ തിരക്കായിരിക്കും. പിന്നെ എറണാകുളം കൂടി പൈസ പിണങ്ങിയിരിക്കുവാണ് ഗൈസ്. അവന് ലുലുവിൽ പോണോന്ന്. സച്ചുവും പൈസ ലുലുവിൽ പോയി മടുത്ത്. എപ്പൊ നോക്കിയാലും ലുലു. അപ്പൊ അത് പഠിച്ചു വെച്ചിരിക്കും ഇപ്പൊ. അതെ, കൊറേ വർഷം എപ്പൊ നോക്കിയാലും ലുലു. ഞാൻ അടുത്ത് ലുലുവിൽ പോയി കേട്ടോ. ഈ നിങ്ങളെ ഞാൻ സ്കൂളിൽ വിട്ടിട്ട് ഞാനും സിയാദും കൂടെ കറങ്ങും. കഴിഞ്ഞ ദിവസം കറങ്ങിയ പോലെ കേട്ടോ. നീ കളിക്കല്ലേ സച്ചു. പൈസ കളിക്കല്ലേ. സച്ചുകൂട്ടൻ എന്തേ? കാഴ്ച കണ്ടിരിക്കുവാ. സച്ചി രാവിലെ എഴുന്നേറ്റ് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ വരത്തില്ലേ. അറിയാം, സച്ചിന്റെ പിള്ളേർ ആഗ്രഹമല്ലേ ചെയ്തത്. അച്ഛന് എറണാകുളം പോണെന്നല്ലേ ചെയ്യാതെ പറഞ്ഞേ? അല്ല, അവൻ അങ്ങനെ പറഞ്ഞേ ഇല്ല. അവൻ പറഞ്ഞേ എന്താ അവിടെ പോയി കുറച്ച് തണുക്കട്ടെ അമ്മയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആരാ തണുക്കട്ടെ എന്ന്? വീട്ടിൽ ഇരുന്നാ തണുക്കത്തില്ല. അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ. പിന്നെ സച്ചുകുട്ട നല്ല ഗ്ലാമർ ആയിട്ടിരിക്കുന്നു കേട്ടോ. സച്ചു വഴക്കാളി ഫൈസി. ഇതാണ് ഞങ്ങളുടെ വഴക്കാളി ഫൈസിയാണ്. എവിടെയാണ് വഴക്കാളി? അത് ഞാൻ കട്ട് ചെയ്യും. ഫണ്ടൂര കാർഡ് ഒക്കെ എടുത്തോണ്ട്. ഫണ്ടൂര അല്ലേ? ഫണ്ടൂര കാർഡ് ഒക്കെ എടുത്തോ. എന്തെങ്കിലും ആകട്ടെ. എന്തൂര കാർഡ് എടുത്തോണ്ട് വന്നിരിക്കുവാണ് ഗൈസ്. ലുലുവിലെ ഗെയിം സെക്ഷനിൽ കയറാൻ വേണ്ടിട്ട്. സബ്സ്ക്രൈബേഴ്സിനോട് ഒന്നും പറയാനില്ലേ സച്ചുകുട്ട? എടാ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിനക്കൊന്നും പറയാനില്ലേ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും. സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അൺസബ്സ്ക്രൈബ് ലൈക്കും ചെയ്തില്ല, ഡിസ്ലൈക്ക് ചെയ്യണം.
ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇവൻ അതൊക്കെ പറയും. ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യരുത് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ അമ്മയുടെ വീഡിയോസ്, സബ്സ്ക്രൈബ്. തന്നെ ഫൈസി ഇത്രയൊക്കെ പോകുന്നില്ലേ? എവിടെയും കൊണ്ടുപോകത്തില്ലൊന്നും. എവിടെ എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ കൊറേ നാളായിട്ടാണ് അപ്പ നമ്മളെ എങ്ങോട്ടും കൊണ്ടുപോകുന്നത്. ആ അതൊക്കെ ആയോണ്ട് 5-8 മാസമായിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഡിസംബറിൽ ഊട്ടി പോയതാ. ഡിസംബറിൽ ഊട്ടി പോയി. അത് കഴിഞ്ഞ് എറണാകുളം വന്നു. എറണാകുളം വന്നിട്ടുണ്ട്. കൊറേ നാളായി. ഒരു ഫെബ്രുവരി തൊട്ട്, ഫെബ്രുവരിയില് നിന്റെ മാർച്ചില് നോയിമ്പ്, പിന്നെ നിന്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നോണ്ടല്ലേ പിന്നെ സ്കൂള് തുറന്നു. ഞാൻ ചെറിയൊരു ട്രിപ്പിലൊക്കെ പോയി. എവിടെ പോയി? ഞാനാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ ഡയലോഗ് എനിക്ക് പറയാം. ഒരു മുറുക്കാൻകടയിലും പോകുന്ന ഡെസ്റ്റിനേഷനോ പ്ലേസോ അല്ല നമ്മുടെ ടാർഗറ്റ്. നമ്മള് സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് വാല്യൂബിൾ ആയിട്ടുള്ളത്. നമ്മൾ എവിടെ പോയാലും കിട്ടുന്ന സമയം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുക, മെമ്മറബിൾ ആക്കുക ഒക്കെ ഉണ്ട്. മതി, അത് കൊള്ളാം. നീയൊക്കെ ഇങ്ങനെ ഇരുന്നു. എന്റെ ശരീരമേ അല്ല, ശബ്ദമായിട്ടിരിക്കും. എടി ഒന്ന് പറ, നീ അവസാനം വന്നിട്ട് ഇങ്ങോട്ടാണ് അങ്ങോട്ടാണ് പോയെന്ന് പറയല്ലേ? എവിടെ പോട്ടെ പറയുവോ? എന്നാ സിയാന് ഇഷ്ടമുള്ളടത്ത് പോകും. എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. എപ്പോഴും ലാസ്റ്റ് ഞാൻ പറയുമ്പോ പറയും പിള്ളേരുടെ ഇഷ്ടത്തിന്. അല്ലല്ല, നീ പറയാം. അത് സാരമില്ല, ഇഷ്ടത്തിന്. അത് വേണ്ട, അത് പോവോ? അത് നോക്കാം, ലാസ്റ്റ് നോക്കാം. നീ വേറെ സ്ഥലം പറ. ഫസ്റ്റ് പ്രയോറിറ്റി സ്കൂളോ? അത് സാരമില്ലെന്നേ. അതല്ലേ ഞാൻ ചുമ്മാ ഇറങ്ങിയെന്നേ. അതായത് പറഞ്ഞ എവിടെയെങ്കിലും നമുക്ക് ഒരു സ്പോട്ട് ഉണ്ട്, ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ. ആദ്യമേ കയറി ലുലു ഇരുന്നാൽ പിന്നെ അവിടെ ഇറങ്ങാൻ പറ്റിയല്ലോ. വേറെമാളിൽ പോയാൽ എന്തെങ്കിലും ഒരു സ്പോട്ട് കണ്ടിട്ട് പോകുന്ന രസമുണ്ട്. എനിക്കതാ ഇഷ്ടം. അറിയത്തില്ല ശിവ, ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ നീ പറഞ്ഞ തെറ്റാ, നീ എന്നോട് അത് പറയല്ലേ. ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അടിച്ച് ഞാൻ പൊട്ടിക്കുക കേട്ടോ. പറഞ്ഞേക്കാം. നീ അത് പറയാൻ പാടുണ്ടത്. ചുമ്മാ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ വർത്താനം പറയുന്നത്. പറ്റിച്ച് കേട്ടോ. ഈ കഫവും വെച്ചിട്ട് അത് എനിക്കും വേണ്ട. അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനല്ലേ അങ്ങോട്ട് പറഞ്ഞത്. എന്റെ ഇഷ്ടം. പിന്നെ എവിടെ പോകാനാ? എന്നാ ഫോറമാളിൽ പോവാ. ഓറമാളിൽ പോയി എന്നാ ഓഫർ നോക്കാം വല്ലതും ഉണ്ടോന്ന്. ഓറമാളിൽ ഇതില്ലല്ലോ. നിങ്ങളല്ലേ പറഞ്ഞ ലുലു ഉണ്ട്? ലുലു ഉണ്ടല്ലോ താഴെ, ഹൈപ്പർ. ഇവിടെ മുടിഞ്ഞ തിരക്കായിരിക്കും ഇങ്ങോട്ട് പോയാ. ലുലു വേണ്ട, ലുലു കേറാൻ പറ്റത്തില്ല. അതെ, ഭയങ്കര തിരക്കാ. സാറ്റർഡേയും കൂടി അല്ലേ? ഇവിടെ ആകുമ്പോ എന്നാ തിരക്കായിരിക്കും. എറണാകുളം ആയോണ്ട്. കുശുമ്പി പാറുവാണ് ദേശികള്. കുശുമ്പി പാറു നോക്കാടാ, നിങ്ങളുടെ ആയിരത്തിനനുസരിച്ച് നമ്മള് പോകുന്നത്. ലുലുവിൽ പോകാൻ പറ്റത്തില്ല. മന്തി
നെഗതിയല്ല പറയും. നമുക്കിന്ന് മാറ്റി പിടിക്കാം. നെഗതി നല്ല മന്തി. കണ്ടോണ്ടോ മന്തി എവിടെയൊക്കെ നോക്ക്. ഇന്ന് മാറ്റി പിടിക്കാം. ഇപ്പം ക്ലബ് ഷവായി തമ്മനത്താ ക്ലബ് ഷവായ. അവിടെ തന്നെ ഇത് ആണോ? ഇപ്പോഴും ഞങ്ങള് ക്ലബ് ഷവായല്ല പോകുന്നത്. ഇപ്രാവശ്യം മാറ്റി പിടിച്ച് അൾഡ്രീം മന്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചേ. എന്റെ പടച്ചവനെ ഇന്നലെ ഞാൻ ന്യൂസ് കണ്ടത് അവിടെ പോയി ഫുഡ് പോയിസൺ ആയിരുന്നു മിക്കവർക്കും. അൾഡ്രീം മന്തി പോയിട്ട് മന്തി കഴിച്ചിട്ട്. അങ്ങനെ പടച്ചവന്റെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാനുള്ള ഇതുണ്ടായില്ല. അവിടെ തിരക്കും ഇതായതുകൊണ്ട് അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. അള്ളാഹുവിന്റെ അനുഗ്രഹം. ഇപ്പൊ പിന്നെ മീനെല്ലാം കണക്കായിരിക്കും. അത് ഞാനും അല്ലേ ട്രോളിങ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ അവിടെ പോയാൽ മതിയാ. നമ്മൾ അന്ന് കഴിച്ചില്ലേ ഫിഷിന്റെ നല്ല ഫിഷ്. പക്ഷേ ഈ സമയത്ത് അല്ല ഇപ്പൊ വേണ്ട. അല്ല അല്ലാത്തപ്പോ അതന്നെ മറ്റേ അതൊക്കെ അതിന്റെ പേര് ഇത് അൽഡ്രീം ആട്ടോ. മന്തിയല്ല അൽഡ്രീം. നമ്മൾ കേറിയിട്ടുണ്ട് മറ്റേ മൂവാറ്റുപുഴ കേറിയിട്ടുണ്ട്. ഇന്ന് രാത്രിയല്ലേ ഇതുപോലെ എവിടെയോ പോയിട്ടൊന്ന് ഓവർനൈറ്റ് ആയപ്പോ ഇവിടെ നല്ല തിരക്കാം. എന്നാ ചെയ്യണം പറ. കേറി നോക്കാം നമുക്ക്. അങ്ങനെ ഞങ്ങള് അൾഡ്രീം മന്തിയിലെത്തി ഗൈസ്. പക്ഷെ കേറാൻ പറ്റുമോന്നറിയാം. പടച്ചോനെ ഇവിടുന്നെങ്ങാനും ഫുഡ് കഴിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്റെ റബ്ബേ പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് അവിടുന്ന് ഫുഡ് കഴിക്കാനുള്ള ഇതും ഉണ്ടായിട്ടില്ല. അതുപോലെ തിരക്കുമായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ അടുത്തുള്ള ക്ലബ് ഷവായി പോയി കഴിക്കുമായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞേ. നമുക്കിട്ട് പറഞ്ഞേ സ്ട്രെപ്സിൽസ് എന്ന് പറഞ്ഞേ. ഇവിടെ വന്നപ്പോ നല്ല തിരക്കായിരുന്നു. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് സീറ്റ് തന്നെ കിട്ടിയത്. പിന്നെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിരുന്ന് ഇറങ്ങി എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു തീരുമാനമായിട്ട് ഇതുവരായിട്ട്. ലാസ്റ്റ് പറഞ്ഞ ചെറായി ബീച്ചിലേക്ക് വിട്ടാലോ. അങ്ങനെ നമ്മൾ ക്ലബ് ഷവായിൽ നിന്നും നല്ല അടിപൊളി ഷവായ മസാല ഷവായ കഴിച്ചു. മാങ്ങ പൈനാപ്പിൾ സലാഡ് കഴിച്ചു അല്ലേ? കോളമാളി പോവാണ്. ലുലുമാൾ തിരക്കായതുകൊണ്ട് നമ്മൾ നേരെ കോളമാൾ തിരിക്കുവാണ്. ബ്ലോക്കാണ് ഗെയിംസ്. അതുകൊണ്ട് നമ്മൾ ഫോർമാളിലോട്ട് പാർക്കിംഗ് അത് ചിന്തിക്കാൻ കൂടി വയ്യ. വേറെ പിടിച്ചാലോ. ചെറിയ ബീച്ച് പോയാലോ? ശിവ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ എനിക്കുമില്ല. നമുക്ക് നാളെ സൺഡേ അല്ലേ? അപ്പം താമസിച്ച് വന്നാലും കുഴപ്പമില്ല. താമസിച്ച് എഴുന്നേറ്റാ മതിയല്ലോ. വീട്ടിലല്ലേ താമസിച്ച് കിടന്നാ വീട്ടിൽ താമസിച്ച് പോയാൽ പോലെ. പറ ഇപ്പൊ എങ്ങോട്ടാ പോണ്ടേ? കോറമാള് പോണോ? മറ്റേ ഷോ കഴിഞ്ഞപ്പോ അല്ല ഞാൻ ചുമ്മാ ബീച്ച് കാണും. അതെ അത് നമുക്ക് ഒരു ഇന്ദ്രിയ റിസോർട്ടിൽ പോയി താമസിക്കാം. ഉള്ളപ്പോ അവിടെ ഒന്നും ഇല്ലടാ. ഞാൻ പോയിട്ടുള്ള നമ്മൾ ആലപ്പുഴ ബീച്ച് പോലെ തന്നെ. പേര് അങ്ങനെ അല്ല. തിങ്കളാഴ്ച അങ്ങ് പോയേക്കാം. നാളെ കഴിഞ്ഞ് ഓടിക്കാം. പിന്നെ എറണാകുളമാണോ? അയ്യോ ഞങ്ങൾക്ക് ടൂർ വഴി എറണാകുളം മാത്രമേ ഉള്ളൂ. നീ അടുത്ത ഉള്ളൂ. പിന്നെ എറണാകുളം ഞാൻ കോട്ടയം. അയ്യോ അടുത്ത് ഞാന് ഈ ടൂർ കഴിഞ്ഞ അടുത്ത ടൂർ എറണാകുളം കോട്ടയം. അപ്പം വേണം. നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു റിസോർട്ട് എടുത്ത് പറഞ്ഞോടാ. അമ്മായി പറയിക്കാൻ സമ്മതിക്കുന്നു. പറഞ്ഞു എന്നെ വേണം. എന്നാ ഞാൻ പറയട്ടെ. സ്വസ്ഥമായിട്ട് നമുക്കൊരു റിസോർട്ട് എടുത്ത് എപ്പോഴൊക്കെയാ താമസിക്കുന്നത്? ഞാൻ പറയട്ടെ. മൂന്നാർ പോവാം. ബീച്ചിൽ പോണം. മൂന്നാർ പോണം. അപ്പൊ എങ്ങോട്ട് കൊണ്ടു? ബീച്ചിൽ പോ. നിങ്ങൾ തന്നെ എല്ലാം പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു. പൈസ അവിടെ മൂളക്കം തുടങ്ങി. പൈസ
പൈസക്ക് ലുലുവിൽ പോണം. ലുലു എടുക്കാൻ പറ്റില്ല, വെറുതെ നമ്മൾ അല്ല ഈ കാർഡ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പൈസ. നീ അത് വിചാരിക്കേ വേണ്ട കേട്ടോ. ആ കാർഡും കൊണ്ട് അവിടെ കയറാൻ പറ്റില്ല, അതുപോലത്തെ തിരക്കാം. അയ്യോ പാർക്കിംഗ് വല്ല കിട്ടുമെന്ന് ടിവിക്കകത്ത് പറയുന്നുണ്ട് അയ്യോ നമുക്ക് പാടാം. പുറമാളുണ്ട് പോരെ. ഇയാള് പറഞ്ഞു ചെറായി പോയി അവിടെ ചുമ്മാ വല്ല എന്റർടൈൻമെന്റ് ഷിഫ എന്ത് പറയാനാ? അല്ല അവന്റെ നിങ്ങളുടെ ഇങ്ങോട്ടാ പോണ്ടെന്ന് നിങ്ങൾ പറ. ഇവിടെ നടക്കത്തില്ല, ഇവിടെ ഭയങ്കര ബിഗ് ഡേ നടക്കുന്നോണ്ട് ഭയങ്കര തിരക്കാണ്. ഞാൻ അപ്പൊ ട്രാഫിക് കാണിച്ചതല്ലേ. അതിപ്പോ അങ്ങോട്ട് പോവാ, ലുലു കോട്ടയം ലുലുവിലോട്ട് പോവാം. അവിടെയുണ്ട് ബിഗ് ഡേ. ഇപ്പൊ ബിഗ് ഡേ കഴിയട്ടെ നമുക്ക് കൊണ്ടുവന്ന്. ഇവിടെ ഭയങ്കര തിരക്കാ മോനെ. ഇന്നലെ വാർത്തയിലെല്ലാം കാണിച്ചായിരുന്നു. അന്നാ ഫോറം മാളിൽ പോയാൽ മതിയോ? Turn right to National Highway 66, then turn left onto National Highway 66. കേട്ടോ, ഇയാൾ തീരുമാനം എടുത്തു പോക്കോ, അല്ലെ പിന്നെ ഒന്നും നടക്കത്തില്ല. അതല്ല അപ്പാടെ തീരുമാനത്തിന് പോട്ടെ, അല്ലെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പെട്ടെന്ന് ഒരു വൺ ടൈം ഇത് പറ. ഫോറം മാള്, ചെറായി ബീച്ച്. അല്ല ഞാൻ പറയുന്നത് ഇതിലൊരു അഭിപ്രായം നടക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഇയാളിന് ഒരു തീരുമാനം എടുത്തു പോക്കോ. എല്ലാവരും വണ്ടി പോകുന്നത് ബ്ലോക്കാ ലുലുവിലല്ലേ? ലുലുവിന്റെ അങ്ങോട്ടുള്ള ബ്ലോക്കാണോ? Avoid road closures on National Highway 66. You are on the fastest route. You should reach your destination by 4:32 p.m. ഭയങ്കര ബ്ലോക്കാ അല്ലേ? പോയി നോക്കാം. ലുലുവിലോ? ലുലുവിൽ ഇപ്പൊ ഫണ്ടോറായാലൊന്നും കയറാൻ പറ്റുന്നില്ല. ഞാൻ എനിക്ക് എടുക്കാനല്ലേ, നിങ്ങൾക്ക് എടുക്കാൻ. ആ വയറുണ്ടോ? എന്റെ വയറ് കുറ്റം പറഞ്ഞു. ചൊക്കി പിടിച്ച കാരണം നിങ്ങൾ തീരുമാനമൊക്കെ ചെറുതായിട്ടൊന്ന് മയങ്ങുമ്പോഴത്തേക്ക് സുഖം കിട്ടുക. മന്തി മേടിച്ചതിന്റെ ക്ഷീണം മന്തി പോയി അന്നെ ചെയ്യാതെ വരുവാ. എപ്പോഴും അങ്ങനെയാ. അതെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുക. ഉമ്മ കൊടുക്കാനും പഠിച്ച്. വീട്ടില വേണ്ട പിന്നെ എവിടെയാ? ഏത് ബീച്ചില? ആലപ്പുഴ ബീച്ചിൽ പോണോ ചെറായി ബീച്ചിൽ പോണോ? അതോ ലുലുമാളിൽ പോണോ? ലുലുമാളിൽ പോണ്ട, ബീച്ചിൽ പോയാ മതി. നിങ്ങൾ തീരുമാനം വെക്കുന്നില്ലല്ലോ. ഇവിടെ തീരുമാനമായിട്ടില്ല ഗൈസ്. എങ്ങോട്ട് പോണോന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഒന്നും ആലോചിക്കാതെ ഇറങ്ങിയാൽ വീട്ടിൽ പോണോ? പൈസക്ക് വീട്ടിൽ പോണോ? സ്വസ്ഥമായിട്ടിരിക്കാനല്ല, സൈക്കിള് സൈക്കിള് കൂട്ടാൻ. എന്നാ ഒരു കാര്യം, നമുക്ക് തിരിച്ചങ്ങ് വീട്ടിൽ പോവാം. അമ്മ ഒരിടത്തും പോകണ്ട. ഫോറം മാള് വേണ്ട, ലുലുമാള് വേണ്ട, ഒന്നും വേണ്ട. ഈ പിള്ളേരെ കൊണ്ട് വന്ന് എറണാകുളം വന്നാൽ ഇങ്ങനെയാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എവിടെ പോയാലും ചിലത്ത് പോയാൽ ഇറങ്ങത്തില്ല, ചിലത്ത് പോയാ അത് ചെയ്യാതെ എടുത്ത് ഇറക്കത്തില്ല. അതല്ല പോയിട്ട് തിരിച്ചു പോയാ. എന്നാ ഫോറം മാളിലോട്ട് വണ്ടി വിട്ടോ. തീരുമാനം എടുക്കണം. നമ്മൾ ഇറങ്ങുമ്പോ ഇന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ ചെയ്യാതെ ഒരു തീരുമാനം എടുക്കുമ്പോ അങ്ങോട്ടങ്ങ് പോണം.
ഇതൊരു പ്ലാനിങ്ങും ഇല്ലാതെ ആയാലും ഞാൻ ചോദിക്കുന്നത് എങ്ങോട്ടാ? എന്നാ ഫോറം മാള് തന്നെ പൊയ്ക്കോ. അത് ലുലുമാളിൽ പോവാം. സിയാണ്ട് കുത്തും ഞാൻ സിയാദിട്ട് ഞാൻ കുത്തുവേ. സിയാദ് ഞാനൊരു സ്ഥലം പറയുമ്പോ അടുത്തത് അങ്ങോട്ട് തന്നെ പോണോ? നിങ്ങളുടെ ഇഷ്ടം തീരുമാനം എടുത്ത് പറ സിയാദെ. ഫോറമാളിൽ പോവാം. ലുലുമാളിൽ തിരക്ക് കാരണം അടുക്കാൻ പറ്റത്തില്ല. വല്ലാത്തൊരു നമുക്ക് ബുദ്ധിമുട്ടാവും. വല്ലാത്തൊരു let's go. Northbound service road. മോള് മാറിക്കേ പുറകെ പോക്കേ. നമ്മളങ്ങനെ ഇനിയിപ്പോ ഫോറം മാളിലേക്ക്. അവിടെ ബീച്ച് അടക്കുന്നു. നമുക്കിനി ആ മാളിലോട്ട് പോവേ. ബീച്ചില്ല, അവിടെ അടച്ചു. ബീച്ച് അടച്ചു. നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. നമ്മള് ഫോറം മാളിലേക്ക് പോവാം. അപ്പൊ പറഞ്ഞില്ലേ അങ്ങനെ പറയാത്ത 500 meters, turn left towards service road. ബീച്ച് അടച്ചു. പിന്നെ ആരാ പറഞ്ഞ ബീച്ചിൽ പോവാന്ന്? അച്ചു പറഞ്ഞോ ബീച്ചിൽ പോവാന്ന്? അയ്യേ പറ്റിച്ചേ, ഞാൻ വീഡിയോ എടുത്തേ. പറ്റിച്ചേ. ഇവിടെ ഇങ്ങനെ വെക്കുന്ന സാധനം വാങ്ങിക്കണം. എന്നെ പറ്റിച്ചു ഗൈസ്. ഫോറം മാളാന്ന് പറഞ്ഞോണ്ട് ലുലുവിലേക്കാണ് പോകുന്നത്. എന്നെ കെട്ടിയവൻ പറ്റിച്ചു. ഞാനും ഓർത്ത് ഫോറം മാളായിരിക്കും. അന്ന സിയാദ് പറ്റിച്ചു. പോയിരിക്കുക ഒന്നും പറയാത്ത ഇതിനകത്ത് സമയം കാണിക്കുന്നുണ്ട്. ശിവ ഞാൻ പിന്നെ പെടുന്ന കാര്യമില്ല. പിന്നെ എല്ലാം കാണുമെന്ന് എനിക്ക് പറ്റി. അവിടെ ഫുള്ളും കറങ്ങണം. എന്തൊക്കെ ഓഫർ ഉണ്ടെന്ന് നോക്കണം. ഉള്ള സ്ഥലത്തൂടെ ഞെരങ്ങി കയറണം. പണ്ട് ഓർക്കുന്നുണ്ട് സച്ചുവിനെ കാണാതെ പോയത്. ലുലു തുടങ്ങിയപ്പോ നമ്മളിവിടെ വന്നപ്പോ അതാ പറഞ്ഞു. ആ സമയത്തായിരുന്നു സച്ചു തുണിയുടെ ഇടയ്ക്ക് പോയി. എന്റെ ഒന്നു മൈക്കിൽ കൂടെ എല്ലാം വിളിച്ചു പറയുമായിരുന്നു. അത് അപ്പിയിടാൻ വേണ്ടി പോയി ഒളിഞ്ഞു നിന്നു പാമ്പേഴ്സില്. എത്രയാ 1.5 വയസ്സിലോ? ആ ഫോറം മാളിൽ പോയി സ്വസ്ഥമായിട്ടിരിക്കാതായിരുന്നു. അവിടെ ഒന്നും ഇരിക്കാൻ പോലും സ്ഥലം കിട്ടത്തില്ല. വേണ്ട ഏതായാലും ഇങ്ങോട്ട് തന്നെ സിയാദ് തിരിച്ചില്ല. ഇവിടെ ഇങ്ങോട്ട് തന്നെ പോവാം. അത് സാരമില്ല. ഞാനെന്താന്നറിയോ, അത് സാരമില്ല. രസത്തിനെടുത്തേ ഉള്ളൂ. അത് സാരമില്ല. അപ്പൊ ഇതൊരു രസമല്ലേ, പോയി ആൾക്കാരെ എല്ലാം കാണാം. ഹാപ്പിയായി കണ്ടോ ലുലു എന്ന് പറഞ്ഞപ്പോ പൈസ ഹാപ്പി. അതുകൊണ്ട് അപ്പൻ മോന്റെ അതെ രണ്ടാമത്തെ മോന്റെ മൂത്ത മോനും മൂത്ത മോളും ഒന്നും പറഞ്ഞു കേൾക്കാതെ, മൂത്ത മോളും ഇളയ മോളും ഒന്നും പറഞ്ഞു കേൾക്കാതെ രണ്ടാമത്തെ മോന്റെ ഹാപ്പിനെസ് നോക്കി ചെയ്തു. നന്നായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഇടയ്ക്ക് തിരിയാൻ വേണ്ടി പോവാ തന്നെ വേണം കേട്ടോ. അപ്പനും മോനും അങ്ങനെ തന്നെ കണ്ടോ കേട്ടോ കേട്ടോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അല്ല നീ ഒരുമാതിരി മറ്റേ എന്താ പറയുന്നേ, അങ്ങനെ ഇരിക്കും, തൂക്കം പിടിച്ച കോഴി ഇരിക്കുന്ന പോലെ ഇരിക്കും. സമാധാനമായല്ലോ. മര്യാദക്ക് പറഞ്ഞ ഫോറം മാളിൽ പോയിരിക്കാവുന്നു. പറയാതെ വന്നു, അനങ്ങാതെ വന്നു. വയറ്റിലെത്തിയൊന്ന്. എന്നാ സാധനം ചെയ്യാതെ സർപ്രൈസ് വന്നു. സർപ്രൈസ് ആ കൊച്ചിന് ചുണ്ട് കണ്ടില്ല സിയാതെ? ഞങ്ങളുടെ ചട്ടമ്പി കൊച്ച് അവിടെ, ചട്ടമ്പി കൊച്ച്
ചട്ടമ്പി കല്യാണി അല്ലേ? സോഹ സെറിൻ ചട്ടമ്പി കല്യാണി. പേര് അവിടെ ആകുമ്പോൾ ആറ് വരക്കുണ്ട്. അവിടെയാണ് പോലെ തിരക്ക്. അമ്മു അമ്മു കിടക്കുക. ഭയങ്കര തിരക്കാണത്. ചെയ്യാനേ ഇവിടെ കയറുന്നുണ്ടല്ലോ. കൊള്ള ഏതായാലും ആ രസമല്ല കാണാമല്ലോ. മുകളിലോട്ട് ചെയ്യാതെ എല്ലാരും സാധനം നിറച്ച് സാധനം മേടിച്ചോണ്ടാ പോകുന്നത്. നമ്മളിങ്ങനെ മേടിച്ചോളൂ. നമുക്കും എങ്ങനെയാലും ഒക്കെ മേടിച്ചോണ്ട് പോവാം. നല്ല ഓഫറാന്ന് തോന്നുന്നു. ആ എന്നാ ഞാൻ മേടിച്ചോളാവേ. പിള്ളേരെ നോക്കി നിന്നാ മതി. ശരി, ഞാൻ തിരക്കായത്. എവിടെ കയറാനാ? ഭയങ്കര തിരക്കാ. പൈസ നിനക്ക് കയറണ്ടേ? ഗെയിം സെക്ഷനിൽ പോയി ഇതിലും തിരക്കായിരിക്കും. അയ്യോ ടപ്പി. ആ അത് തന്നെ. അത് നോക്കി. എന്താ എന്താ ട്രോളി എടുക്കണ്ടോ? ആരോടെ ചോദിക്കുന്നത്? ചേച്ചി ട്രോളി എവിടെയാ? ബില്ലിങ്ങിന്റെ അവിടെ ഉണ്ടെന്നോ? ആ ട്രോളി അവർ എടുത്തു വെച്ചാണോ? ആ ട്രോളിയെ ആ അതായിരിക്കും. ബില്ലിങ് എവിടെയാ? നല്ലതാണേ. നമ്മുടെ ഫ്രണ്ടിൽ ഇടാനായിട്ട്. അതല്ലേ ഡോറിന്റെ ഇവിടെ. ആ അകത്ത് വെളിയിലും അകത്തോ ഇടാം. ആ ഷൂ നോക്കി. എനിക്ക് ഹാൻഡ് ബാഗും കൂടെ വേണേ കേട്ടോ. കേട്ടോ, ഹാൻഡ് ബാഗും കൂടെ വാങ്ങിക്കണേ കേട്ടോ. വാങ്ങിച്ചു തരുമോ? ആ എന്നാ മുകുട്ടി? സ്കൂട്ടർ വേണോ? അപ്പാട് പറയാം സ്കൂട്ടർ. അപ്പ മുങ്ങി കണ്ടോ? അപ്പ ഇവിടുന്ന് മുങ്ങി. അപ്പ എന്ത്? അപ്പ പിന്നെയും മുങ്ങി. ഇങ്ങനെയുള്ള സെക്ഷന് വരുമ്പോ അപ്പ മുങ്ങും. അമ്മക്കുട്ടി കേറിയിരുന്നേ. എവിടെ പോയി? അപ്പ ഇതിനടുത്തുനിന്നെല്ലാം മുങ്ങി. ഇനി അപ്പാനെ കണ്ടുപിടിക്കണമല്ലോ. അപ്പാനെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? അപ്പ ഈ സെക്ഷനിൽ നിന്ന് മുങ്ങി. ആ വരുന്നുണ്ട്. വേണ്ട ഇത് കൊള്ളാല്ലേ? ഓടിക്കുന്നുണ്ട്. ആ മുങ്ങിയതല്ലേ ഈ സെക്ഷനിൽ നിന്ന്. ഞങ്ങൾ ഇങ്ങോട്ട് ഉയർന്നു കണ്ടോട്ട് അവിടുന്ന് മുങ്ങി. അത്രേ ഉള്ളൂ. എന്നാ ചെയ്യാതെ അത് ഓടിക്കുന്നുണ്ട്. ഓക്കെ നോക്കി ചെയ്യാതെ നല്ല സൈക്കിൾ ചെയ്യാതെ. ഓഫറാന്ന് ആണ്. അപ്പാട് പറ വാങ്ങിച്ചു തരാം. അപ്പൊ സൈക്കിൾ വാങ്ങിച്ചത് അവൾ ഓടിക്കുന്നുണ്ടത്. അത് ലാഭമല്ലേ ചെയ്യാതെ. ഓ എന്നെ അപ്പൊ മേടിക്കാൻ എന്നാ വാ. നടക്കത്തില്ലടി ബാ. ഇല്ല അപ്പൊ സമ്മതിക്കത്തില്ല. നമുക്ക് പിന്നെ മേടിക്കാം ബാ. ഇറങ്ങ. നടപടിയില്ല വാ നടക്കാം. മിണ്ടാതെ നടക്കാം വാ. ഇട്ടേച്ച് പോയാലേ തന്നെ പോണ്ടി വരും. വാ വന്നു നടന്നു. ഒരു കാര്യം പറ്റേ മോളിൽ പോയിട്ട് ഇവിടെ ഇരിക്കട്ടെ. ബാക്കി ഒന്നുകൂടി സമയം നോക്കാം. ആ നടന്നു തന്നെ. ആ അതെ നടന്നു തന്നെ. നമുക്ക് അവനോട് കണ്ടപ്പോ അതെ ഇതിനകത്ത് എങ്ങനെ ബില്ലടിക്കാനാ? ഒരു രക്ഷയില്ല. ചുമ്മാ അല്ല സിയാദ് പറഞ്ഞത്.
പറ്റത്തില്ല ഇവിടെ പുല്ലടിക്കാൻ. അമ്മു വഴക്കായി. എന്നാ ഇവിടെ അന്ന് ഇത് എവിടെയെങ്കിലും വെക്കുന്നേ. ഒരു രക്ഷയില്ല ഗൈസ്. അത് കൊള്ളാലോ. അതുപോലെ തിരക്ക്. കൊച്ചിനെ അപ്പ നോക്കിക്കോളൂ. എന്തേ എന്നാ പോ. കൊച്ചിനെ നോക്കുന്നുണ്ട്. 600 രൂപയേ ഉള്ളൂ. നോക്ക്, ഇതൊക്കെ വേറെ ഒറ്റ ദിവസത്തേക്കേ ഉള്ളൂ. 600 രൂപ ഉള്ളെന്ന്. കൂടെ വന്നേ. ചുമ തുടങ്ങി. നല്ല ചുമ. പക്ഷെ എന്റെ ബാഗ് എവിടെ പോയോ? ആ ഫോട്ടോ എടുക്കുന്ന ഇതില് ബാഗ് അവിടെ വെച്ചിട്ട് വന്നു കഴിച്ചു. കിട്ടും. നിന്നെയൊക്കെ ഏൽപ്പിച്ച എന്നെ വേണം തല്ലാനായിട്ട്. അടച്ചവനെ, ബാഗ് എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചു. നിന്നെ തപ്പി ഞാൻ നടക്കണം. ഞാൻ ചെയ്യാതെ അപ്പൊ ഒന്ന് എടുത്തോണ്ട് നോക്കാം. അവിടെ തന്നെ കാണുമായിരിക്കും. പിന്നെ എവിടെ പോകാനാ? ഫോട്ടോ എടുത്തില്ലേ? ആ ഫോട്ടോ എടുത്തെടുത്ത്. ബാഗ് കിട്ടി ഗൈസ്. ബാഗ് വെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് വന്ന്. എനിക്കറിയാം എന്റെ കെട്ടിയ ബാഗൊക്കെ എവിടെ നിന്നാണെങ്കിലും കണ്ടുപിടിച്ചോണ്ട് വരും. ഇവിടെ വന്ന ഗെയിം സെക്ഷനിൽ കയറാം. അവിടെ ഭയങ്കര തിരക്കാ. കുറച്ചവനെ ഇതുണ്ടോ ഗെയിമിൽ കയറാനായിട്ടുള്ള വഴക്കാം. ചെയ്യാതെ ആൾക്കാർ നോക്കുന്നു. ഒരു രക്ഷയില്ല. ആ ചെരുപ്പെടുത്തു. ആ ബാഗ് എന്തിനാ ചെരുപ്പെടുത്തു? ചെരുപ്പ് അവള് വലിച്ചെടുത്ത. ചെരുപ്പെടുത്തു മോനെ, ചെരുപ്പെടുത്ത്. വേണ്ടവര് കുടിക്കുക. എല്ലാരും വഴക്കായി. കൊട്ടേര് എല്ലാരും വഴക്കായി. രാത്രിക്ക് എന്തെങ്കിലും കഴിക്കാം. നല്ല ചൂട് ചായ. അതെ, അച്ഛന് ചിക്കൻ വേണം. അതാ ഇവിടെ ഒരാൾക്ക് ചിക്കൻ. ഇവിടെ പിന്നെ എന്തും പോകും. ഇതിന് പിന്നെ ഐസ്ക്രീം. മൂന്ന് ടൈപ്പാ. നല്ല ചൂട് ചായ, ഉഴുന്നുവട. എന്റെ സച്ചുനിട്ട് ഒരു പിച്ച് കൊടുത്തു ഗൈസ്. സിയാദ് അങ്ങനെ ലുലുവിന്ന് ഒരു അംഗം കഴിഞ്ഞ് തിരിച്ചിറങ്ങി ഗൈസ്. അമ്മു ഭയങ്കര വഴക്കായി ഗൈസ്. ചെരുപ്പെല്ലാം വലിച്ചെറിഞ്ഞു. അങ്ങനെ എല്ലാവരും സൈലന്റ് ആയി ഗൈസ്. എന്തൊരു ബഹളമായിരുന്നു. സിയാദ് മടുത്തു. സിയാൻ ആകെപ്പാടെ ദേഷ്യമായി. പിള്ളേരും വഴക്ക്. സിയാദിന്റെ മൂഡ് മാറി. ദേഷ്യഭാവമായി സിയാദ്. സിയാദ് ദേഷ്യം വന്നാ സിയാദിന് വേറൊരു മുഖമാണ് ഗൈസ്. ടാറ്റ കൊടുക്കും. അവിടെ മൂഡ് ഓക്കെ ആയിട്ടോ. ഇതിലെ ഒഴിക്കൂല്ലേ റോഡിൽ കൂടെ. കേട്ടോ
റയാന്റെ വീട്ടിൽ വീട്ടിൽ പോകുന്നു സൈക്കിൾ എടുത്ത്. റയാനെ നീ ഇത് കാണുന്നുണ്ടെങ്കിൽ കേട്ടോണേ, നിന്റെ വീട്ടിൽ വരുമെന്ന് അവള് സൈക്കിൾ ഓടിച്ച്. വിടാ നിന്നെ റയാന്റെ വീട്ടിൽ. റയാന്റെ വീട്ടിൽ വരുമെന്ന്. റയാന്റെ വീട്ടിൽ പോകുന്നു. റയാന്റെ വീട്ടിൽ പോകുന്നു. ഇപ്പൊ റയാന്റെ ഇത്തിനെ ഭയങ്കര ഇഷ്ടാ. അവളവിടെ വരുന്നോണ്ടേ. ചിന്നു എത്തി. ചിന്നു എത്തി. അക്കാരം റെസ്റ്റോറന്റിലേക്ക്. സൂപ്പ് വല്ല മാറാം. ആട്ടുകാൽ സൂപ്പ് കണ്ടു. അതൊക്കെ ഒത്തിരി ഉണ്ടോ? ഇത് കറിയല്ലേ ഈ മട്ടൺ? ഏതാണ് ഇത് മട്ടൺ വറുത്തരച്ചത്? ഇതിൽ തേങ്ങ വറുത്തരച്ചത്. തേങ്ങ വറുത്തരച്ചത് റോസ്റ്റ് ടൈപ്പാണ് മട്ടൻ മലയാളി. ഇത് കറി ടൈപ്പല്ലേ? അത് കുരുമുളകും കറി ടൈപ്പാണ്. ഇത് രണ്ടും മീഡിയം സ്പൈസി. വറുത്തരച്ച ഒരു മട്ടൺ വറുത്തരച്ച് വന്നോ. പിന്നെ ചിക്കൻ തട്ടുകടാന്ന് പറയുന്ന ചെറിയൊരു പീസ്. അതോ? പൊറോട്ട ഒരു 5 എണ്ണം. പിന്നെ ഒരു 2 നൈറ്റ് ഡ്രൈവ് പോകുമ്പോ പിള്ളേർക്ക് വേണ്ടി വാങ്ങിച്ചാണ് കാർ ബെഡ്. ഇതാകുമ്പോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ. ഏതാ അറിയോ? കേൾക്കുന്നുണ്ടോ? ഇനിയിപ്പോ വലിയ വണ്ടി വേണം. അതെ, ഇൻഷാ അല്ലാഹ് വാങ്ങിക്കാം. ഇപ്പൊ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ലൈറ്റ് ഇട്ടെ. ഗൈസ്, ഞങ്ങളുടെ കാർ ബെഡ് സെറ്റ് ആക്കി. 3 പേര് കിടപ്പുണ്ട്. അതെ, സച്ചിക്കുട്ടൻ കിടപ്പുണ്ട്, പൈസക്കുട്ടൻ കിടപ്പുണ്ട്. സച്ചിന് നീളം ഉള്ളതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാല് നീട്ടി വെക്കാൻ. അങ്ങനെ ഞങ്ങളുടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു. ഞങ്ങളുടെ എറണാകുളം യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടെ അമർത്തിയ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ കാണാം. ബൈ.